18 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ്, അതിനെ 17 വയസ്സുള്ള ഈ ഇവൻ ലൈംഗികപരമായി പീഡിപ്പിച്ച് കൊന്നൊടുക്കി. ഈ സംഭവം നടന്നത് കറാച്ചിയിലാണ്. ഈ കുഞ്ഞിന്റെ അമ്മയുടെ കസിനാണ് ഇവൻ. കഴിഞ്ഞ 1.5 വർഷമായി ഇവൻ ഇവരുടെ വീട്ടിൽ വന്നു പോകാറുണ്ടായിരുന്നു. എന്നാൽ ഈ കുഞ്ഞിന്റെ മരണ ദിവസം കുഞ്ഞിന് മിഠായി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവൻ ഈ കുട്ടീനെ പുറത്തോട്ട് കൊണ്ടുപോയി. 25 മിനിറ്റിന് ശേഷം കുഞ്ഞിനെ അവളുടെ ചെറിയമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇവൻ പോയി. ആ സമയത്ത് കുട്ടി ബോധരഹിതയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ക്രൂരകൃത്യം ഇവൻ തനിയല്ല ചെയ്തത്, ഇവനോടൊപ്പം മറ്റു 2 പേരും കൂടി ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. വല്ലാതെ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഡയപ്പർ മാറ്റാൻ അമ്മ ശ്രമിച്ചപ്പോഴാണ് കഠിനമായ രക്തസ്രാവം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയുന്നത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആ അമ്മയുടെ മടിയിൽ കിടന്ന് ആ കുഞ്ഞു മരിച്ചു. ഇവിടെ പല ചാനലുകളിലും വന്നിരുന്ന് സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ റേപ്പ് ചെയ്യപ്പെടുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കുറെ വിദ്വാൻമാരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവന്മാരുടെ കാമപ്രാന്ത് അവസാനിപ്പിക്കാൻ വേണ്ടി എത്ര പെൺകുട്ടികളെ നിങ്ങൾ തുണിയിൽ പൊതിഞ്ഞു വെക്കും? ഇവർ പോൺ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോസിലൊക്കെ കാണുന്ന നഗ്ന ശരീരങ്ങളെ നിങ്ങൾ തുണി വെച്ച് മൂടി പുതപ്പിക്കുമോ? വിദേശ രാജ്യങ്ങളിലൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഡ്രസ് ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, സൈക്യാട്രിക് ഇഷ്യൂ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ അവർക്ക് പേടിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോ ഈ ചാനലിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്നവരൊക്കെ തരുന്ന ഒരു മുന്നറിയിപ്പുണ്ട്, പുരുഷന്മാർക്ക് വികാരം ഉണ്ടാകും പോലും അത് അവർ എവിടെയെങ്കിലും ഒക്കെ തീർക്കും. അതിപ്പോ കുട്ടികളോടായാലും വൃദ്ധകളോടായാലും അവർ തീർക്കാനുള്ളത് തീർക്കും പോലും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടത് കുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ ആ വൃദ്ധയായിരിക്കണം, അല്ലെങ്കിൽ എവിടെയുമില്ലാത്ത ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളായിരിക്കണം. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾ തികച്ചും സ്വാർത്ഥരും മുൻകരുതലുള്ളവരായി മാറണമെന്നാണ് ഈ സമൂഹവും ഈ ഇൻസിഡൻസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് അപരിചിതരിൽ നിന്നല്ല, മറിച്ച് നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കളിൽ നിന്നോ കസിൻസിൽ നിന്നൊക്കെയാണ്. അതിനാൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ വ്യക്തമായ ബൗണ്ടറീസ് നിശ്ചയിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അനുവാദമില്ലാതെയോ നിങ്ങളുടെ നിരീക്ഷണത്തിലല്ലാതെയോ കുട്ടികളെ ആരുടെയും കൂടെ പുറത്തുവിടരുത്. നിങ്ങളുടെ കൂടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും കുട്ടികളെ മറ്റുള്ളവരുടെ വീടുകളിൽ രാത്രി തങ്ങാൻ അനുവദിക്കരുത്. കുട്ടികളെ എപ്പോഴും നിങ്ങളുടെ കണ്ണെത്തുന്ന പരിധിയിൽ തന്നെ നിർത്താൻ ശ്രമിക്കുക. നിങ്ങൾ സ്ഥാപിക്കുന്ന ബൗണ്ടറീസിനെ ചോദ്യം ചെയ്യുകയോ നിങ്ങളുടെ നിലപാടുകളിൽ വിഷമിക്കുകയോ ചെയ്യുന്നവരുമായുള്ള ബന്ധം താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങൾ ഒഴിവാക്കുക. മുതിർന്നവരെ ബഹുമാനിക്കണം, ബന്ധുക്കളെ സംശയിക്കരുത് തുടങ്ങിയ പരമ്പരാഗതമായി നമ്മൾ കൊണ്ടുകിടക്കുന്ന കുറെ ചിന്താഗതികളുണ്ട്. എന്നാൽ കുട്ടികളുടെ ക്ഷേമത്തിന് മുകളിലല്ല മറ്റൊന്നും എന്നുള്ളത് നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ അവർക്ക് ശബ്ദമായില്ലെങ്കിൽ, വ്യക്തമായ അതിർവരമ്പുകൾ നമ്മൾ അവർക്ക് വേണ്ടി തീർത്തു കൊടുത്തില്ലെങ്കിൽ, നാളെ നമ്മുടെ മക്കളും ഈ 18 മാസം പ്രായമുള്ള കുട്ടീനെ പോലെ ആയിത്തീരും. മക്കളുടെ സുരക്ഷ മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്വം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ വാട്സപ്പിൽ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ മെസ്സേജാണ്. 18 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ്, അതും സ്വന്തത്തിലുള്ള ഒരാൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൂട്ടുകാർക്കൊപ്പം അതിന് പീഡിപ്പിച്ചെങ്കിൽ അവൻ എന്തിനു നൽകും? ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എനിക്കുണ്ട് 2 പുറത്തുനിന്നുള്ള ഒരാളല്ല പേടിക്കേണ്ടത്, അവരെ മാത്രമല്ല പേടി, പുറത്തുനിന്നുള്ള ഒരാളെ മാത്രമായിട്ടല്ല പേടി, കൂട്ടത്തിലുള്ളത് ശ്രദ്ധിച്ചോണം. ഇവിടെ എങ്ങനെ തോന്നിയടാ ഇതൊക്കെ ചെയ്യാം? എങ്ങനെ ചെയ്യും? നമുക്ക് ഇങ്ങനെ ചെയ്യും? ആ വാർത്തകൾ തല പിടിച്ചു പോയി. സത്യം പറയാനുണ്ടല്ലോ, നിയമം തെറ്റ് ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ മുട്ടിടിക്കുന്ന നിയമം പറയും. അതിന് കഴിവില്ലെങ്കിൽ നാടും രാജ്യവും ഭരിക്കാൻ നിൽക്കില്ല.